മനുഷ്യന് ശാന്തിയും സമാധാനം കൊടുക്കുന്നത് ദിക്റുകളിലൂടെ. എന്റെ പേരിൽ ശാന്തിക്കും സമാധാനത്തിനും ചിലരൊക്കെ സിഗരറ്റ് വലിക്കുകയാണ്, ചിലരൊക്കെ കട്ടൻ ചായ അടിച്ചു വരുന്നതാണ്. ഞാൻ ഖുർആൻ പറഞ്ഞത് എന്താണ്? റബ്ബിന്റെ സ്മരണ, ദിക്റുകൾ. അതോടൊപ്പം തന്നെ സ്വർഗം ലഭിക്കാൻ വേണ്ടി 70,000 ദിക്റ് ഞാൻ നമുക്ക് വേണ്ടി ചെല്ലു വെക്കണം, എല്ലാവരും ചെല്ലു വെക്കണം. രണ്ടര കഴിഞ്ഞ് വരുമ്പോ എല്ലാവരുമായി നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ 70,000 ദിക്റ് നമുക്ക് വേണ്ടി ചൊല്ലി വെക്കണം. ഒരു സംസ്കാരത്തിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അക്ഷരം ഒപ്പിച്ചുകൊണ്ടാവണം. ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പലപ്പോഴും നമ്മളൊക്കെ അക്ഷരശുദ്ധി ഇല്ലാതെയാണ് ഖുർആൻ ഓതുന്നത്, ചൊല്ലുന്നതൊക്കെ. അറബി അക്ഷരം അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം ധാരാളം അർത്ഥമാണ്. നമുക്കറിയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാലും ഒരിക്കലും ബാർബർ പറഞ്ഞു, ഞാനും അല്ലും കൂടി ഒരു പുള്ളിന്റെ വ്യത്യാസമുണ്ട്, ഞങ്ങൾ ഒരു അടുത്ത ക്ലോസ് പ്രഖ്യാപനമാണ്. എന്താ കാരണം? ഹാരിക്ക് എന്ന് പറഞ്ഞാൽ കളയുന്നുണ്ട്, ബാർബറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലാക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഹാലിക്കോ അപ്പൊ ഹാലിക്കും തമ്മിലുള്ള വ്യത്യാസം ഒരു പുള്ളിയാണ്. ഉസ്താദുമാരൊക്കെ മനസ്സിലാക്കിക്കുമ്പോൾ ഒരു ചെറിയ തെറ്റിന് കാണിച്ചാലെതിനാണ് നമ്മൾ പറയും, ഒരു പുള്ളി പോയി എന്തിനാ ഉസ്താദുകൾ ഇങ്ങനെ അടിച്ചു, അതുപോലെ പുള്ളി ഒഴിവാക്കി എന്നൊക്കെ നമ്മൾ പറയാണ്ട്